വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് ബി.ജെ.പി. രംഗത്തിറക്കിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ശക്തനായ നേതാവ് പി.കെ. കൃഷ്ണദാസാണ് കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിട്ടുള്ളത്. കാട്ടാക്കടയിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് പി.കെ. കൃഷ്ണദാസ്. ബി.ജെ.പിയുടെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന് അടിത്തറ പാകിയ നേതാക്കളിൽ പ്രമുഖനാണ് പി.കെ. കൃഷ്ണദാസ്. പാർട്ടിയുടെ ദീർഘകാല സംഘടനാ തന്ത്രജ്ഞൻ കൂടിയാണ്. തലശ്ശേരിയിൽ ജനിച്ച ഇപ്പോൾ 15 വർഷമായി കാട്ടാക്കടയിൽ താമസിക്കുന്ന അദ്ദേഹം 1959 ജനിച്ച കൃഷ്ണദാസ് കലാലയ ജീവിതകാലത്ത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് ചുവടുവെച്ചത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറ പാകിയത്. അടിസ്ഥാന വർഗത്തിന്റെ പോരാട്ടങ്ങളിൽ പങ്കാളിയായി സംഘടനാ രംഗത്ത് ഓരോ പടവും ചവിട്ടിക്കയറിയാണ് അദ്ദേഹം നേതൃത്വത്തിലേക്ക് ഉയർന്നെത്തിയത്. പിന്നീട് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുകയും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ തന്റേതായ ഇടം പിടിക്കുകയും ചെയ്തു. കേവലം 40-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നേതാക്കളിൽ ഒരാളായി 2006 മുതൽ 2009 വരെ ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റത്. പി.കെ. കൃഷ്ണദാസിന്റെ സംഘടനാ പാടവത്തിനുള്ള വലിയ അംഗീകാരമായിരുന്നു അത്. ആ കാലയളവിൽ പാർട്ടിയുടെ പ്രവർത്തക ശൃംഖല ശക്തിപ്പെടുത്തുന്നതിലും സംഘടനാ സംവിധാനങ്ങൾ വിപുലീകരിക്കുന്നതിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിലും പി.കെ. കൃഷ്ണദാസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സംസ്ഥാന അധ്യക്ഷ പദവിക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. തുടർന്ന് ബി.ജെ.പിയുടെ ദേശീയ സെക്രട്ടറിയായും പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതിയിൽ ദീർഘകാല അംഗവുമായും പ്രവർത്തിച്ചു വന്നു. ദേശീയ തലത്തിലുള്ള സംഘടനാ തന്ത്രങ്ങൾ മെനയുന്നതിലും പ്രവർത്തകരെ വാർത്തെടുക്കുന്നതിലും അദ്ദേഹം സുപ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ചുമതലകൾക്കപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇതിന് മികച്ച ഉദാഹരണമാണ്. രാജ്യത്ത് ഉടനീളമുള്ള യാത്രക്കാരുടെ സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്ന ഈ പദ്ധതിയിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പി.കെ. കൃഷ്ണദാസ് പരിശ്രമിച്ചു. ഇത് പൊതുജനക്ഷേമത്തിനുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ്. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ പല പോരാട്ടങ്ങളിലും ഭയരഹിതമായ ശബ്ദമായിരുന്നു കൃഷ്ണദാസ്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട ശബരിമല സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പ്രക്ഷോഭങ്ങളിലും അദ്ദേഹം നിർണായകമായ പങ്ക് വഹിച്ചു. വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ അദ്ദേഹത്തെ പലതവണ അറസ്റ്റ് ചെയ്തു. ഭാര്യ ശ്രീമതി ഗീതയും ഡോക്ടർ നിവേദിത ഉൾപ്പെടെയുള്ള 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. ശക്തമായ പിന്തുണയാണ് ഭാര്യയും മക്കളും നൽകുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള പ്രാവീണ്യം വിവിധ ഭാഷാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി അനായാസം സംവാദിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഇന്നും ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമെന്ന നിലയിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമായി ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളത്തിന്റെ പാർട്ടിയുടെ വളർച്ചയ്ക്കും കേഡർ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും അതുല്യമായ സംഭാവനകൾ നൽകിയ ബഹുമാന്യ ഒരു പ്രത്യയശാസ്ത്ര ശബ്ദവും സംഘടനാ നേതാവും അദ്ദേഹം നിലകൊള്ളും. ഇത്തവണ കാട്ടാക്കട മണ്ഡലം ബി.ജെ.പി. പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ.